മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം മൂലമുള്ള ലഹരിമരുന്നുകളുടെ ഉപയോഗം മൂലമുള്ള സാമൂഹിക വിപത്തിനെതിരെയുള്ള ബോധവൽക്കരണം ലക്ഷ്യമാക്കി നടത്തിവരുന്ന സുവിശേഷ സന്ദേശ യാത്രയുടെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് ആയിരിക്കുന്നത്. അല്പസമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ വിപത്താണ് മദ്യവും മയക്കുമരുന്നും. മയക്കുമരുന്നുകൾ യുവത്വത്തെയാണ് നശിപ്പിക്കുന്നതെങ്കിൽ മദ്യം ഏത് പ്രായക്കാരെയും പിടികൂടുന്നു. പ്രശസ്ത കവയിത്രി സുഗതകുമാരി ഇപ്രകാരം പറയുകയുണ്ടായി: മദ്യവും മയക്കുമരുന്നും പിശാചിന്റെ ക്രൗര്യത്തോടെ നമ്മെ അടിമകളാക്കുന്നു. പിശാച് മനുഷ്യന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിവേകം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം ആദ്യം തകർക്കുന്നത് നമ്മുടെ കുടുംബം എന്ന മഹാസങ്കല്പത്തെയാണ്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് മൂലം കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുടുംബം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ കുട്ടികളുടെ പഠനത്തെ ഇത് സാരമായി ബാധിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തെ തകർക്കുന്നു. മദ്യം ശരീരത്തെ കാർന്നു തിന്നുന്നു. ഇത്രയും ഭീകരനായൊരു മദ്യത്തിൽ നിന്നും മോചനം നേടാൻ സാധിക്കാതെ മനുഷ്യൻ നാൾക്കുനാൾ ഇതിന് ആസക്തനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാരണം പാപമാണ്. മനുഷ്യ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്ന, മനുഷ്യ മനസ്സുകൾക്ക് മാറ്റം വരുത്തുന്ന, മനുഷ്യന്റെ ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തത്തിൽ നിന്നും മനുഷ്യനെ ഉദ്ധരിക്കുവാൻ മാരകമായ രോഗങ്ങളിൽ നിബന്ധിച്ചു കിടക്കുന്ന മനുഷ്യൻ ഇനി എങ്ങനെയാണ് മരണം മാത്രമേ മുന്നിലുള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്ന മനുഷ്യന് എല്ലാ സമസ്ത വിഷയങ്ങൾക്കും പരിഹാരം കാണുവാൻ അതത്ര ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ്. ദിനംപ്രതി പത്രമാധ്യമങ്ങളിലൂടെ നാം കാണുകയും അറിയുകയും ചെയ്യുന്ന സംഭവങ്ങൾ മനുഷ്യഹൃദയങ്ങളിൽ ഭീതിയും നിരാശയും ജനിപ്പിക്കുന്നവയാണ്. ആശങ്കാജനകമായ ഭീതിയും നിരാശയും മനുഷ്യഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ വിവിധ രൂപത്തിൽ വിവിധ ഭാവത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് പരിഹാരം കാണാൻ സാധിക്കാത്തതായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും മനുഷ്യന് പരിഹാരം കാണാൻ സാധിക്കാത്തതായ മഹാരോഗങ്ങൾ, മാറാവ്യാധികൾ, ഇതുപോലെ തന്നെ മനുഷ്യരുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ, ഇവയ്ക്കൊക്കെ എന്ന് വേണ്ട മനുഷ്യജീവിതം വല്ലാത്തൊരു അനുഭവത്തിലേക്ക്, വല്ലാത്തൊരു തകർച്ചയുടെ കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ശാസ്ത്രത്തിന്റെ സഹായത്തോടെ മനുഷ്യൻ വിജയത്തിന്റെ പല പടവുകൾ ചവിട്ടിക്കയറുന്നുണ്ടെങ്കിൽ തന്നെയും മറുവശത്ത് അധാർമികമായി തകർന്നടിയുന്ന ആത്മീയ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനവ സമൂഹത്തെ നമ്മുടെ ദേശത്ത്, നമ്മുടെ ഈ രാജ്യത്ത് നമുക്ക് കാണുവാൻ കഴിയും. പ്രഭാതത്തിൽ നമ്മുടെ വീടിന്റെ വരാന്തകളിലേക്ക് പറന്നു വീഴുന്ന ദിനപത്രങ്ങൾ നാം നോക്കിയാൽ അതിലെ വാർത്തകൾ തികച്ചും ആശങ്കാജനകമാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ പോലും ഇന്നത്തെ പത്രങ്ങൾ നോക്കിയാൽ കൊലപാതകങ്ങളില്ലാത്ത ഒറ്റ ദിവസം പോലുമില്ല, പീഡനങ്ങളില്ലാത്ത ഒരു ദിവസം പോലുമില്ല, ആത്മഹത്യയില്ലാത്ത ഒരു ദിവസങ്ങൾ പോലുമില്ല. ഇങ്ങനെ പ്രശ്നകലുഷിതമായ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, സുവിശേഷം മനുഷ്യനെ രൂപാന്തരം വരുത്തുന്ന ഒന്നാണ്. സുവിശേഷം മനുഷ്യന് സന്തോഷം നൽകുന്ന ഒന്നാണ്. സുവിശേഷം മനുഷ്യന് സമാധാനം നൽകുന്ന ഒന്നാണ്. എന്താണ് സുവിശേഷത്തിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവേൻ, അതാകുന്നു സുവിശേഷം. പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ ജനനമാണ് സുവിശേഷം, യേശുവിന്റെ ജീവിതമാണ് സുവിശേഷം, യേശുവിന്റെ മരണമാണ് സുവിശേഷം, യേശുവിന്റെ മരണ പുനരുത്ഥാനമാണ് സുവിശേഷം. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തു ജനിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം? യേശുക്രിസ്തു ജീവിച്ചതുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനുഷ്യൻ ധരിച്ചേക്കാം. യേശുക്രിസ്തു മരിച്ചതുകൊണ്ട്, യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞങ്ങൾ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇത് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്ന് മനുഷ്യൻ ധരിച്ചേക്കാം. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു എന്തിനാണ് ജനിച്ചതെന്നും, യേശുക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിൽ ജീവിച്ചതെന്നും, യേശുക്രിസ്തു എന്തിനാണ് മരിച്ചതെന്നും, യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനം മാനവജനതയ്ക്ക് നൽകുന്ന സന്ദേശം എന്തെന്നും നാം തിരിച്ചറിയുമ്പോഴാണ് സുവിശേഷത്തിന്റെ പ്രാധാന്യവും അതിന്റെ പ്രസക്തിയും നാം മനസ്സിലാക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവാണ് സുവിശേഷം. എന്താണ് യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? യേശുവിന്റെ ജനനം ഒരു യാദൃച്ഛിക ജനനമായിരുന്നില്ല. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് തന്നെ, വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിവിധ പ്രവാചകന്മാർ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചു.
വേദപുസ്തകത്തിന്റെ പ്രാരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ഇപ്രകാരം പ്രവചിച്ചു: സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ള പ്രവചനം യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് തന്നെ പ്രവചിച്ചിരുന്നതാണ്. അതുപോലെ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ യെശയ്യാവ്, മീഖ എന്നീ പ്രവാചകന്മാർ പ്രവചിച്ചു: കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് യെശയ്യാവ് പ്രവചിച്ചു. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും നിന്നിൽ ഇസ്രായേലിനെ മേയ്പ്പാനുള്ളവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായുള്ളതും തന്നെ എന്ന് മീഖാ പ്രവാചകൻ പ്രവചിച്ചു. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇഹലോകത്തിലെ മാതാപിതാക്കൾക്കുണ്ടായ ദൈവശബ്ദം ഇങ്ങനെയായിരുന്നു: ഇവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അതേ പ്രിയപ്പെട്ടവരെ, ജനിക്കുന്നതിന് മുൻപ് തന്നെ രക്ഷിതാവെന്ന് നാമകരണം ചെയ്യപ്പെട്ട ഏക വ്യക്തിത്വമായിരുന്നു കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിൽ ജനിച്ചതെന്നറിയാവോ? മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. അതുപോലെ തന്നെ ആട്ടുകൾക്കുണ്ടായ ദൈവശബ്ദം എന്തായിരുന്നു? സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവിന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പാലസ്തീനിലെ ഒരു കൂട്ടം മനുഷ്യർക്ക് വേണ്ടിയോ ഒരു കൂട്ടം സംഘടനയ്ക്ക് വേണ്ടിയോ മാത്രമായിരുന്നില്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം. പിന്നെയോ സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവിന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതത്രേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ജനനമാണ് സുവിശേഷം. യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് സുവിശേഷം. എന്താണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത? യേശുക്രിസ്തു മതം സ്ഥാപിപ്പാനല്ല ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. എന്തെങ്കിലും തത്വസംഹിതകൾ സംഭാവന ചെയ്യുവാനല്ല ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. യേശുക്രിസ്തു നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകേണ്ടതിനും അത്രേ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രിയരെ, 33 തിരുവയസ്സ് വരെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചു. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വീര്യപ്രവൃത്തികളിലൂടെയും താൻ ദൈവമാണ്, ദൈവപുത്രനാണെന്ന് മാനവജനതയ്ക്ക് തെളിയിച്ചു കൊടുത്തു. റോമൻ സാമ്രാജ്യം, യഹൂദ മതം ഒത്തുചേർന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തു. പീലാത്തോസും കയ്യഫാവും സന്നിധി സംഘവും എല്ലാം ചേർന്ന് യേശുവിനെ വിസ്തരിപ്പാൻ ഇടയായി തീർന്നു. എല്ലാ കോടതിയും യേശുക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. അതുപോലെ കർത്താവായ യേശുക്രിസ്തു പ്രിയ ശ്രോതാക്കളോട്, സമൂഹത്തോട് ഇപ്രകാരം ചോദിക്കുവാൻ ഇടയായി: നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ കഴിയും? അതേ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഒരു മത നേതാക്കന്മാർക്കോ ഒരു സാംസ്കാരിക നേതാക്കന്മാർക്കോ ചോദിക്കുവാൻ കഴിയാത്തൊരു ചോദ്യമായിരുന്നു കർത്താവായ യേശുക്രിസ്തു സമൂഹത്തോട് ചോദിച്ചത്. അത്രയ്ക്ക് പരിപാവനമായ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജനിച്ചെന്തിനാണ്? മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണമാണ് സുവിശേഷം. എന്താണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത? കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം ഒരു കുലപാതകമായിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം ഒരു ആത്മഹത്യയായിരുന്നില്ല, ഒരു അപകട മരണമായിരുന്നില്ല, ഒരു യാദൃച്ഛിക മരണമായിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷിപ്പാനും തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്ര ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ചെയ്ത പാപത്തിന് പരിഹാരമായി കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. ഇരുകള്ളന്മാരുടെ നടുവിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. ആരെയും അടക്കിയിട്ടില്ലാത്ത യോസഫിന്റെ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു. 3-ാം നാൾ തിരുവെഴുത്തുകളെ ഭേദിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനമാണ് സുവിശേഷമെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് സുവിശേഷമെങ്കിൽ, യേശുക്രിസ്തുവിന്റെ മരണമാണ് സുവിശേഷമെങ്കിൽ, യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനമാണ് സുവിശേഷമെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം വിളിച്ചു പറയുന്നു: ഉയർത്തെഴുന്നേറ്റിട്ടില്ലാത്ത യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് അത് വ്യർത്ഥമാണ്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. മറിച്ച് മൺമറിഞ്ഞു പോയ ഒരു വ്യക്തി ജീവിതമാണ് കർത്താവായ യേശുക്രിസ്തു എങ്കിൽ ഞങ്ങൾ ഈ ദേശത്ത് കർത്താവായ യേശുവിനെ പ്രസംഗിക്കാൻ കടന്നു വരികയില്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തു മരണത്തെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനം ഈ മാനവജനതയ്ക്ക് നൽകുന്ന ഉദാത്തമായ ഒരു സന്ദേശമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണം ഒരു കവാടം മാത്രമാണ്. ആ കവാടത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 വാതിലുകൾ തുറക്കപ്പെടുന്നു. ഒന്ന് നിത്യനരകം, 2 നിത്യസ്വർഗം. ആരാണ് നിത്യനരകത്തിലേക്ക് കടന്നു പോകുക? പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ ജനിച്ച്, പാപത്തിൽ മരിക്കുന്ന സകല മനുഷ്യരും നിത്യനരകത്തിലേക്ക് പ്രവേശിക്കും. പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ ജനിച്ച ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സ്നേഹിതരെ, ഞാനൊരു പാപിയാണ്, യേശുവേ ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തെ ക്ഷമിക്കണമേ, മരണത്തിനപ്പുറമുള്ള നിത്യനരകതണ്ടെന്ന തീപ്പൊയ്യിൽ നിന്നെ കരകയറ്റണമേ എന്ന ആഹ്വാനത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, സമർപ്പണത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ പാപക്കറകളെ കഴുകി ഒരു ദൈവബദലാക്കി തീർക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും.
തിരിച്ചറിയൂ, സുവിശേഷം മനുഷ്യന്റെ മനസ്സിനെ രൂപപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ്. അതുപോലെ സുവിശേഷം ഒരു സംഘടനയുടെ മാത്രം സന്ദേശമല്ല, സുവിശേഷം ഒരു സഭയുടെ മാത്രം സന്ദേശമല്ല. സകല പ്രതികൂലങ്ങളെയും സകല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് 2000-ൽ പരം വർഷങ്ങളായി സുവിശേഷം അതിന്റെ ജൈത്രയാത്ര തുടരുമ്പോൾ ഏറെ അഭിമാനത്തോടെ ലേവലേശം സംശയമില്ലാതെ ഒരുപറ്റം സഹോദരങ്ങൾ ഈ ദേശത്തു നിന്ന് വിളിച്ചു പറയുകയാണ്, മറ്റൊരുത്തിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം മനുഷ്യബന്ധങ്ങളെ ദൃഢപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾക്ക് ആരെങ്കിലും അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പാപം സംബന്ധിച്ച് ആരെങ്കിലും അതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിന് മുന്നോട്ട് കടന്നു പോകാൻ ഒട്ടും കഴിവില്ലാത്ത അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാപബോധത്തോടെ ഈ സന്ദേശം കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ നിമിഷം തന്നെ കർത്താവായ യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരൂ. നിങ്ങളെ ഈ സമയം തന്നെ ഒരു ദൈവബദലാക്കി തീർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങളെ ഒരു ദൈവബദലാക്കി തീർത്ത് മരണത്തിനപ്പുറമുള്ള നിത്യജീവൻ അവകാശമാക്കി തീർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. ഒരു കാര്യം തിരിച്ചറിയുക, മനുഷ്യൻ പാപിയാണ്. ഏതു സമയത്താണ് മരണം നമ്മളുടെ സമീപത്തേക്ക് കടന്നു